വാ മോളെ. ആ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വിളക്കെടുത്തിട്ട് വരാം. ആ, അമ്മയും ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് വലതുകാലം വെച്ച് കയറി വാ മോളെ. ഒരുപാട് തടസ്സങ്ങൾക്കൊടുവിൽ എല്ലാം ഭംഗിയായി അവസാനിച്ചു. ഇനി നീ അമ്മയുടെ മൂത്ത മകള്. മോളെ, സത്യം പറയാലോ, അമ്മ നിന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് അച്ഛന് പോലും ഒരല്പം അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിത് മുമ്പേ പറഞ്ഞതാ നിത്യേച്ചി. ഇനി ഞാൻ നോക്കട്ടെ,
അമ്മ എന്തെങ്കിലും പാർഷ്യാലിറ്റി കാണിച്ചാലേ എന്റെ സ്വഭാവം മാറും. എടി എടി, നിത്യയുടെ കാര്യത്തിൽ അമ്മ എന്ത് സംസാരിച്ചാലും നീ മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. കണ്ടോ അച്ഛാ, ഇപ്പൊ നമ്മള് രണ്ടാളും പുറത്തായില്ലേ? അതെ, ആരും ഒന്നും വീതം വെക്കണ്ട. ഈ കുടുംബത്തിൽ ആർക്കും വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഒറ്റ മനസ്സോടെ നമ്മൾ മുമ്പോട്ട് പോകും. നിത്യമോളെ സ്നേഹിക്കാനാ നമ്മൾ പരസ്പരം മത്സരിക്കേണ്ടത്. കാരണം എന്റെ കുട്ടിക്ക് നമ്മളേ ഉള്ളൂ. അല്ല, മോളെന്താ ഒന്നും പറയാത്തത്? എല്ലാം എന്റെ ഭാഗ്യമാണമ്മേ, മഹാഭാഗ്യം. എനിക്കിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. അതെ, ഈ കരച്ചില് അങ്ങ് അവസാനിപ്പിച്ചോ കേട്ടോ. ഇനി മോളുടെ കണ്ണ് നിറയാൻ അമ്മ സമ്മതിക്കില്ല. എടോ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ മോള് ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളക്കെടുത്ത് കയറുക. ഞാനല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. എടോ, താനേ നമ്മുടെ മോളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണം കേട്ടോ. അല്ല, അവളെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മോളെ, വിളക്കുമായിട്ടല്ലേ അകത്തോട്ട് കയറണ്ടേ? ഇത്രയും നാളും വിളക്കും പിടിച്ചോണ്ടല്ലോ ഞാൻ അകത്തേക്ക് കയറിയിരുന്നത്. മോളെ, ചടങ്ങല്ലേ? ഒരു ചടങ്ങിലും എനിക്ക് വിശ്വാസമില്ല. ഞാനിതൊരു കല്യാണമായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അച്ഛൻ അച്ഛന്റെ മാനം രക്ഷിച്ചല്ലോ, അതിൽ കൂടുതൽ എന്താ വേണ്ടേ? സാരമില്ല, അമ്മാവന് താമസിക്ക്. ഈശ്വര, എന്താ ഇതിങ്ങനെ? ഇടോ, താൻ താലമായിട്ട് നിൽക്കുന്ന മോള് കണ്ടില്ല? കൈ തട്ടി പാത്രം താഴെ വീണു. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനതേ വേറെ അശുഭ ചിന്തയൊന്നും വേണ്ട കേട്ടോ. അല്ല രഘുവേട്ട, എന്റെ മനസ്സിൽ എന്തോ. അമ്മേ, ഒന്നും മിണ്ടായിരുന്നു. വെറുതെ നിത്യ ടെൻഷനാക്കണ്ട. അമ്മേ, എനിക്കിതിനൊന്നും യോഗ്യതയില്ലാത്തതിന്റെ സൂചനയാണോ? കണ്ടോ, തന്റെ സംശയം മോളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കണ്ടോ? എന്റെ പൊന്നു നിത്തേച്ചി, പൂജാമുറിയിൽ ഒരു വിളക്ക് കിടുകയോ കുറച്ച് പൂക്കൾ നിലത്ത് വീഴുകയോ ചെയ്താ അമ്മയ്ക്ക് അന്നത്തെ ദിവസം പോക്ക. പിന്നെ അതിന് പരിഹാരം ചോദിച്ച് അത് പൂർത്തിയാക്കിയാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടും. മോളുടെ തെറ്റല്ല, അമ്മയ്ക്കത് നന്നായിട്ടറിയാം. പക്ഷെ
ഇത്രയൊക്കെ തടസ്സങ്ങൾ താണ്ടി വന്നതല്ലേ. ആരൊക്കെ എന്നെ കളിയാക്കിയാലും ശരി, അമ്മയ്ക്ക് കുറച്ച് അടിയുറച്ച വിശ്വാസങ്ങളുണ്ട്. രഘുവേട്ട, മണ്ഡപത്തിൽ നിന്ന് തിരുമേനി പോയിട്ടുണ്ടാവില്ല. ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയൂ രഘുവേട്ട. എന്താണെന്നൊന്ന് നോക്കിയിട്ട് പൊയ്ക്കോട്ടെ. വേണോ അച്ഛ? അമ്മ പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ആ ബെസ്റ്റ്. അച്ഛാ, അമ്മയ്ക്ക് പറ്റിയ കൂട്ട് തന്നെ. ഇനി അച്ഛനെന്താ ചെയ്യാൻ പോന്ന്? വേറെന്ത് ചെയ്യാനാ, ഞാൻ ഇപ്പൊ തന്നെ പോയി തിരുമേനി വിളിച്ചോണ്ട് വരാം. അദ്ദേഹം വരട്ടെ, അമ്മയുടെയും മോളുടെയും വിഷമം പൂർണ്ണമായിട്ടങ്ങ് മാറട്ടെ. വിഷമിക്കണ്ട കേട്ടോ. എന്തുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. മോളെ തൊഴുതോ. എന്താ അമ്മാവ? അല്ല, ഇന്നലത്തെ തിരക്കിനിടയിലെ വെപ്പുകാരനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ജോലി ചെയ്തു വച്ചു. ഞാനും അതങ്ങ് മറന്നു. ആ, സാരമില്ല. അവളുടെ കല്യാണം വരുമ്പോ ഉമ്മരത്തൊരു പന്തലുണ്ടാവണം, ഒരു സദ്യ ഒരുക്കണം എന്നൊക്കെ എല്ലാ മാതാപിതാക്കളെ പോലെയും ഞാനും ആഗ്രഹിച്ചു പോയി. ആ, ബാക്കിയുള്ള അച്ഛന്മാർക്കൊക്കെ അത് ഭംഗിയായിട്ട് നടന്നു. മക്കള് ഭംഗിയായിട്ട് നടത്തിക്കൊടുത്തു. എന്റെ വിധി വേറെ. അമ്മാവൻ ഇങ്ങോട്ട് പോര്, അതൊന്നും നോക്കി സങ്കടപ്പെടണ്ട. അതൊന്നും പറ്റില്ല. ദേ, ഈ ഇരിക്കുന്നതേ എന്റെ മോളുടെ കല്യാണച്ചോറ. എനിക്ക് അതിന്ന് ഒരു പിടി ചോറുണ്ടോണം. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് കൂടെ കഴിച്ചാലോ? അമ്മാവന്റെ മനസ്സിലെ തീയൊന്ന് അണയണമെങ്കിൽ അണഞ്ഞോട്ടടാ. കഴിക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് അനാഥാലയത്തിലോട്ട് കൊണ്ടുകൊടുക്കാം. ആ, ചെയ്യാം. അമ്പലത്തിലെ ആകെ കൂടെ ഉണ്ടായിരുന്നത് 4-5 പേരാ. വീട്ടിലേക്ക് വാ, കഴിച്ചിട്ട് പോകാനൊക്കെ ഞാൻ എന്നോട് പറഞ്ഞതാ മോനെ. ബന്ധുക്കളല്ലേ. 1-2 പേര് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലങ്ങ് പോയി. വേറൊരാളെ തെളിച്ച് എന്നെ പറഞ്ഞു, ആ നാണം കെട്ട ചോറ് ഞങ്ങൾക്ക് വേണ്ട രാമകൃഷ്ണ. അവരും നാണം കെട്ട ചോറെന്നൊക്കെ പറഞ്ഞോട്ടെ മോനെ. പക്ഷേ വീണേ, അമ്മാവൻ ഭക്ഷണം എടുത്ത് വെച്ച് കാത്തിരിക്കുക, വന്ന് കഴിക്കുക. എനിക്ക് വേണ്ട.
നിന്റെ കല്യാണത്തിന്റെ ഒരു പിടി വറ്റ് കഴിക്കണമെന്നും പറഞ്ഞ് വലിയ ആഗ്രഹത്തോടെയാ അമ്മാവൻ അവിടെ ഇരിക്കുന്നത്. ആ മനസ്സ് വേദനിപ്പിക്കണ്ട. അച്ഛനിത് കല്യാണച്ചോറായിരിക്കും, എനിക്ക് കൊലച്ചോറാ. ഞാൻ ചത്ത ദിവസമല്ലേ ഇത്. ഇതിനെനിക്ക് മറുപടി പറയാനൊന്നുമില്ല. വെറുതെ അഭിനയിച്ച് കൂടെ ഇരുന്നെങ്കിലും അമ്മാവന്റെ ആഗ്രഹം നടത്തിക്കൊടുത്താൽ ആ പാവപ്പെട്ട മനുഷ്യൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് ആശ്വസിക്കും. ബാക്കി കണക്കുകളൊക്കെ മാറ്റിവെച്ചേക്ക്. നിന്നെ ഇത്രയും കാലം സ്നേഹിച്ച് നോക്കിയ ഒരാളല്ലേ, ആ ഒരു കരുണയെങ്കിലും കാണിക്കുക. വീണേ, വീണേ, എന്തു പറ്റി? വീണേ, മോളെ 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 എന്തു പറ്റി? അമ്മമ്മ കാല് തെറ്റി വീണതാ. അയ്യോ വയറവിടെ ഇടിച്ചിട്ടുണ്ട്. ദൈവമേ, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാ. വേണ്ട, ഹോസ്പിറ്റലൊന്നും പോണ്ട. വീണേ, പറയുന്നത് കേൾക്ക്. വേണ്ട മോളെ 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 അമ്മമ്മ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ചെറിയ ചെറിയ വിഘ്നങ്ങൾ ഏതൊരു മംഗളകാര്യത്തിനും സാധാരണമാ. അതിനു മുന്നിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഞാനത് പറഞ്ഞതാ, സുജാതയുടെ രീതികൾ അറിയാലോ. ദൈവം കൂടെ ഉണ്ടാവും, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ തിരുമേനി ഒന്ന് നോക്കി അതൊന്ന് പറഞ്ഞു തന്നാൽ സന്തോഷം. ജാതകപ്പൊരുത്തം ആരാ ഗണിച്ചത്? അത് വാസവൻ തിരുമേനിയാ. ഓ, എന്തായാലും ഒന്ന് രാശി വെച്ച് നോക്കിയേക്കാം. പെൺകുട്ടിയുടെ ജാതകം അസാമാന്യ യോഗമാണ്. ഈശ്വര കൃപ, ധർമ്മ ദൈവങ്ങളുടെ അനുഗ്രഹം, പൂർവ സൂര്യകളുടെ അനുഗ്രഹം എല്ലാം ചേർന്നിരിക്കുന്നു. ഓ, പക്ഷേ ഈ ജാതകത്തിന് അല്പം ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, വാസവൻ തിരുമേനി പറഞ്ഞില്ലേ? ഇല്ല. ഇപ്പോഴിരിക്കുന്ന ഗ്രഹനില വെച്ച് പറയുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് വിഘ്നങ്ങൾ കാണുന്നുണ്ട്. എന്ത് വിഘ്നങ്ങൾ? തിരുമേനി ഒന്ന് വിശദമായിട്ട് പറയും. ആദ്യം ഈ പരിഭ്രമം ഒന്ന് ഒഴിവാക്കുക. ജാതകപ്രകാരമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഗണിച്ചെടുക്കുന്നതേ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാ. ദൈവ പ്രാർത്ഥന, പരിഹാര കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്.
ഈ രണ്ട് ജാതകക്കാർ തമ്മിൽ ഇപ്പോഴുള്ള ഗ്രഹനിലയിൽ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കില്ലെന്നാ കാണിക്കുന്നത്.